റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ റഷ്യയും അതിന്റെ ശക്തനായ നേതാവ് വ്ളാഡിമിർ പുടിനെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പരമ്പരാഗത സൈനിക സങ്കല്പങ്ങളെയും യുദ്ധശാസ്ത്രത്തെയും പാടെ തിരുത്തി കുറിക്കുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ നടക്കുന്നത്. വലിയ യുദ്ധവിമാനങ്ങളോ കോടികൾ വിലയുള്ള മിസൈലുകളോ ഇല്ലാതെ റഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് 1750 കിലോമീറ്ററിലധികം തുളച്ചു കയറി അവരുടെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ ശുദ്ധീകരണ ശാലകൾ, ഓയിൽ റിഫൈനറീസിനെ തകർക്കുന്ന ഒരു മാസ് തന്ത്രമാണ് യുക്രൈൻ ഇപ്പോൾ വിജയകരമായിട്ട് നടപ്പിലാക്കുന്നത്. മോസ്കോ, ക്രാസ്നോദാർ തുടങ്ങിയ തന്ത്രപ്രധാന നഗരങ്ങളിലെ വമ്പൻ ഓയിൽ റിഫൈനറീസ് നിന്ന് ആകാശത്തേക്ക് കറുത്ത പുകകൾ ഉയരുന്ന ദൃശ്യങ്ങൾ ശരിക്കും റഷ്യയുടെ സൈനിക മേധാവിത്വത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. റഷ്യയുടെ അഭിമാന സ്തംഭങ്ങളായ S-400, പാൻസർ തുടങ്ങിയ ലോകോത്തര എയർ ഡിഫൻസ് സിസ്റ്റംസ് കാവൽ നിൽക്കുമ്പോഴാണ് യുക്രൈൻ ഈ ഒരു അട്ടിമറി വിജയം നേടുന്നത്. അത്യാധുനിക വ്യോമ പ്രതിരോധ കോട്ടകളെ ഭേദിക്കാൻ യുക്രൈന്റെ ചെറിയ ഡ്രോണുകൾക്ക് എങ്ങനെ സാധിക്കുന്നു? എന്താണ് ഇതിന് പിന്നിലെ സാമ്പത്തിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവരുടെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയെയും വിഭവങ്ങളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് യുക്രൈൻ ഇവിടെ പ്രയോഗിക്കുന്നത്. ഇതിനെയാണ് മിലിറ്ററി ഭാഷയിൽ അസിമെട്രിക് വാർഫെയർ, അതായത് അസമമായ യുദ്ധതന്ത്രം എന്ന് വിളിക്കുന്നത്. ഈ തന്ത്രം റഷ്യൻ വ്യോമ പ്രതിരോധ വ്യൂഹങ്ങളെ അപ്രസക്തമാക്കുക മാത്രമല്ല, റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയും ഇന്ധന വിപണിയും ഒരുപോലെ ഉലയ്ക്കുന്നുണ്ട്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈൻ ഡ്രോണുകൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലളിതമായ ഒരു ഇക്കണോമിക്സ് ആണ്. യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ആയുധങ്ങളുടെ ടെക്നോളജിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ അവയുടെ നിർമ്മാണ ചെലവിനുമുണ്ട്. യുക്രൈൻ ഈ ആക്രമണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ല്യൂട്ടി അല്ലെങ്കിൽ FP1 ശ്രേണിയിലുള്ള ഡ്രോണുകൾക്ക് വരുന്ന പരമാവധി ചെലവ് വെറും 50,000 മുതൽ 2 ലക്ഷം വരെ US$ആണ്. എന്നാൽ ഇവയെ അന്തരീക്ഷത്തിൽ വെച്ച് കണ്ടെത്തി വെടിവെച്ചിടാൻ റഷ്യ ഉപയോഗിക്കുന്ന ഒരൊറ്റ വ്യോമ പ്രതിരോധ മിസൈലിന് ദശലക്ഷക്കണക്കിന് ഡോളറാണ് വില വരുന്നത്. അതായത് തുച്ഛമായ വിലയുള്ള ഒരു ഡ്രോണിനെ ഇല്ലാതെയാക്കാൻ റഷ്യ തങ്ങളുടെ ഖജനാവിലെ കോടികൾ വിലമതിക്കുന്ന മിസൈലുകൾ പാഴാക്കേണ്ടി വരുന്നു. ഇത് കടുത്ത സാമ്പത്തിക അസമത്വമാണ് ഉണ്ടാക്കുന്നത്. ഇത്തരമൊരു അവസ്ഥയെ യുക്രൈൻ തങ്ങൾക്ക് അനുകൂലമാക്കുന്ന ഡ്രോൺ സ്വാംസിനെ, അതായത് ഡ്രോൺ കൂട്ടങ്ങളെ ഒന്നിച്ച് വിന്യസിച്ചുകൊണ്ടാണ്. ഓരോ രാത്രിയും നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം റഷ്യൻ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് കുതിക്കുമ്പോൾ അവയെ നേരിടാൻ റഷ്യക്ക് വലിയ തോതിൽ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് റഷ്യയുടെ അത്യാധുനിക മിസൈൽ ശേഖരം അതിവേഗം പാഴായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. ഇതിലും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ റഷ്യ പുതിയ പ്രതിരോധ മിസൈലുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വേഗതയിലാണ് യുക്രൈൻ എന്ന തദ്ദേശീയമായിട്ട് ഇത്തരം ഡ്രോണുകൾ നിർമ്മിച്ചു കൂട്ടുന്നത്. ഒരു ദിവസം 2000 ഡ്രോണുകൾ വരെയാണ്. എത്ര വലിയ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും വലിയ വില കൂടിയ മിസൈലുകൾ നിരന്തരം പാഴാക്കിക്കൊണ്ട് ദീർഘകാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യക്ക് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം യുക്രൈൻ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയാണ്. ഇനി ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വന്നാൽ റഷ്യയുടെ വിഖ്യാതമായ S-300, S-400, S-500 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ബേസിക് ഡിസൈൻ തന്നെയാണ് അവയ്ക്ക് വലിയ വിനയായിട്ട് മാറുന്നത്. ഈ അത്യാധുനിക സംവിധാനങ്ങൾ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിവേഗത്തിൽ ആകാശത്ത് ഉയർന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളെയും വലിയ ബാലിസ്റ്റിക് അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളെയും ലക്ഷ്യമിടാനും അവയെ തകർക്കാനുമാണ്. ഉയർന്ന റേഡാർ ക്രോസ് സെക്ഷൻ ഉള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കെൽപ്പുള്ള ഇവയുടെ റേഡാറുകൾക്ക് മുന്നിലൂടെയാണ് യുക്രൈൻ ചെറു ഡ്രോണുകൾ വഴുതി പോകുന്നത്. കാരണം ഈ ഡ്രോണുകൾ സഞ്ചരിക്കുന്നത് മരങ്ങൾക്കും വൻ കെട്ടിടങ്ങൾക്കും തൊട്ടുമുകളിലൂടെ വെറും 50 മീറ്ററിൽ മാത്രം താഴെ ഉയരത്തിലാണ്. ഇവയുടെ വേഗതയാകട്ടെ മണിക്കൂറിൽ പരമാവധി 150 മുതൽ 200 കിലോമീറ്റർ വരെ മാത്രവുമാണ്. റഷ്യൻ റേഡാറുകളുടെ ട്രാക്കിംഗ് അൽഗോരിതംസ് സാധാരണയായിട്ട് പക്ഷികളെയും മറ്റ് പ്രകൃതിദത്ത ചലനങ്ങളെയും ഒഴിവാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഡ്രോണുകളുടെ കുറഞ്ഞ വേഗതയും തറനിരപ്പിനോട് ചേർന്നുള്ള ആ ഒരു പറക്കലും കാരണം റഷ്യൻ റേഡാറുകൾക്ക് ഇവയെ പക്ഷികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭൂമിയിലെ ചലിക്കുന്ന വസ്തുക്കളിൽ നിന്നോ വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഇതിനു പുറമെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത സാങ്കേതിക ഉപരോധങ്ങൾ കാരണം ഇത്തരം ചെറിയ ഡ്രോണുകളെ തിരിച്ചറിയാൻ ആവശ്യമായ അത്യാധുനിക ഇലക്ട്രോണിക്സ് ചിപ്പുകളും ഘടകങ്ങളും സ്വന്തമായിട്ട് നിർമ്മിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നില്ല. യുക്രൈൻ ആദ്യം റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റേഡാറുകളെയും തന്നെ ആക്രമിച്ച് അവയെ അന്ധമാക്കിയ ശേഷമാണ് പ്രധാന ലക്ഷ്യങ്ങളായ എണ്ണ ശുദ്ധീകരണ ശാലകളിലേക്ക് ഡ്രോണുകൾ തിരിച്ചുവിടുന്നത് എന്ന തന്ത്രവും ഇതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ യുദ്ധം ചെയ്യാനുള്ള ശേഷി നിലനിൽക്കുന്നത് അവരുടെ സാമ്പത്തിക
സാമ്പത്തിക സ്രോതസ്സുകളിലും ഇന്ധന വിതരണത്തിലുമാണ്. റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഓയിൽ എക്സ്പോർട്ട് ആണ് യുദ്ധത്തിന് ഫണ്ട് കണ്ടെത്താനുള്ള പ്രധാന മാർഗമെന്ന് പറയുന്നത്. എണ്ണ ശുദ്ധീകരണശാലകളിലെ വലിയ ഡിസ്റ്റിലേഷൻ ടവറുകളും സംഭരണശാലകളും തകർക്കപ്പെടുന്നതോടെ റഷ്യയുടെ എണ്ണ ഉൽപാദന ശേഷി കുത്തനെ ഇടിയുന്നു. ഇത്തരം അത്യാധുനിക പ്ലാന്റുകൾ തകർന്നാൽ അവ പുനർനിർമ്മിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ വരെ വലിയ തുകയൊക്കെ ആവശ്യമായിട്ട് വരും എന്നതിനാൽ ഇത് റഷ്യയ്ക്ക് നികത്താനാവാത്ത വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ ആക്രമണങ്ങൾ റഷ്യയുടെ ആഭ്യന്തര വിപണിയിൽ കടുത്ത ഇന്ധനക്ഷാമം ഉണ്ടാക്കിയതായിട്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെ നേരിട്ട് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. റഷ്യയിലെ പ്രമുഖ നഗരങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനത്തിനായിട്ട് വലിയ ക്യൂ ആണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. സൈബീരിയയിലെ എറ്റ്സൂക്ക് പോലുള്ള വിദൂര പ്രദേശങ്ങളിൽ പോലും ഒരു വാഹനത്തിന് പരമാവധി 50 ലിറ്റർ ഇന്ധനം മാത്രമേ നൽകാവൂ എന്ന റേഷനിംഗ് ഏർപ്പെടുത്തി കഴിഞ്ഞു. ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റവും ക്ഷാമവും ഒഴിവാക്കാനും പെട്രോളിന്റെയും ഡീസലിന്റെയും ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാനും ഡീസൽ കയറ്റുമതി താൽക്കാലികമായിട്ട് നിരോധിക്കാൻ റഷ്യൻ ഭരണകൂടം നിർബന്ധിതരായിരിക്കുകയുമാണ്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ വെറും 630 കിലോമീറ്റർ മാത്രം പരിധിയുണ്ടായിരുന്ന യുക്രൈൻ ഡ്രോണുകൾ ഇന്ന് സാങ്കേതിക പരിണാമത്തിലൂടെ 1750 കിലോമീറ്റർ അകലെയുള്ള റഷ്യൻ അതിർത്തിക്കുള്ളിലെ ലക്ഷ്യങ്ങൾ വരെ കൃത്യതയോടെ തകർക്കാൻ പ്രാപ്തി നേടിയിരിക്കുന്നു എന്നത് റഷ്യയെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. യുദ്ധഭൂമിയിലെ പരമ്പരാഗത വെടിയൊച്ചകൾക്കപ്പുറം ആകാശത്ത് നടക്കുന്ന ഈ ഡ്രോൺ മിസൈൽ പോരാട്ടം വരും ദിവസങ്ങളിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തളർത്തുമോ എന്നാണ് അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ഈ പോരാട്ടം നൽകുന്ന ഏറ്റവും വലിയ പാഠം വൻകിട ആയുധങ്ങൾ കൈവശമുണ്ടെന്നത് കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്നതാണ്. തന്ത്രപരമായ ആസൂത്രണവും സാങ്കേതിക വിദ്യയുടെ ലളിതവും എന്നാൽ ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള പ്രയോഗവുമാണ് ആധുനിക യുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത് എന്ന് യുക്രൈൻ തെളിയിക്കുന്നു. ഒരു വശത്ത് പാശ്ചാത്യ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന റഷ്യയ്ക്ക് തങ്ങളുടെ തകർന്ന റിഫൈനറീസ് നന്നാക്കാനുള്ള സാങ്കേതിക ഘടകങ്ങൾ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായി തുടരും. യുക്രൈന്റെ ഈ ഡ്രോൺ തന്ത്രം വരും നാളുകളിൽ ആഗോള ഇന്ധന വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒരാളായ റഷ്യയുടെ കയറ്റുമതി തടസ്സപ്പെടുന്നത് ആഗോളതലത്തിൽ എണ്ണവില ഉയരുന്നതിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യ നൽകുന്ന ഡിസ്കൗണ്ടഡ് ക്രൂഡ് ഓയിൽ സപ്ലൈയും ഇത് ബാധിച്ചേക്കും. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെ അവരുടെ തന്നെ മണ്ണിൽ പോയി സാമ്പത്തികമായിട്ട് തളർത്തുക എന്ന യുക്രൈന്റെ ഈ ഒരു തന്ത്രം ആധുനിക സൈനിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിൽ ഒന്നായിട്ട് രേഖപ്പെടുത്തും. കോടികളുടെ മിസൈൽ കോട്ടകളെ വെറും ലക്ഷങ്ങൾ വിലയുള്ള ഡ്രോണുകൾ കൊണ്ട് തകർത്തെറിയുന്ന ഈ ഒരു കാഴ്ച ലോകമെമ്പാടുമുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പുനർചിന്തനത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ കോട്ടകളിൽ ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യകളും സ്വാം ഡ്രോൺ സംവിധാനങ്ങളും ഉൾപ്പെടുത്താൻ ഈ ഒരു യുദ്ധം വലിയൊരു കാരണമായി മാറുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.